Hi everyone, welcome to today's webinar on artificial intelligence. So today we are going to see how artificial intelligence is booming in current year 2022. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ മെയിൻ അജൻഡാസ് ഓഫ് അവർ ടോപ്പിക് ടുഡേ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന്, അതുകൂടാണ്ട് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും ഇന്ന് നമ്മൾ പഠിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഈ വരാൻ പോകുന്ന ഫ്യൂച്ചർ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയിൽ എന്താണ് ഫ്യൂച്ചർ, ഇപ്പോൾ കറന്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആൻഡ് അറ്റ് ഫൈനൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു കരിയർ അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് നമുക്ക് എൻട്രി ചെയ്യാമെന്ന്. ഓക്കെ, സോ ഐ വെൽക്കം everyone to this webinar. So let's start. So how to make a career in AI and machine learning. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല മെഷീൻ ലേണിംഗിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ എന്തായാലും ചലഞ്ചിങ് ആയിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന പോലെ. കാര്യം യു ഹാവ് ടു ലേൺ എ ലോട്ട്, റൈറ്റ്? അതായത് കുറെ പഠിക്കാനുണ്ട്, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, കുറെ ആളുകൾ ഇത് പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു ചലഞ്ച്, ഈ ഒരു കരിയറിലോട്ട് കയറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഓവർകം ചെയ്ത് എങ്ങനെ നമുക്കൊരു ഹൈ പെയ്ഡ് സാലറി ഉള്ള ഒരു ജോബ് നമുക്ക് അക്യൂർ ചെയ്യാം. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ നെയിം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന്. സോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആസ് ദ നെയിം സേസ്, ഇന്റലിജൻസ് വിച്ച് ഈസ് ആർട്ടിഫിഷ്യൽ. അല്ലെ, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്? ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇന്റലിജൻസ്, അതായത് ഹ്യൂമൻ മെയ്ഡ് ആണ്. ഒരു ഹ്യൂമൻ ബീയിനെ മിമിക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്കിനെ മിമിക് ചെയ്യാൻ, അതേപോലെ തന്നെ ടാസ്ക് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഈ മെഷീൻ അൽഗോരിതംസ് ഇതൊക്കെ റൺ ചെയ്ത് നമ്മളൊരു ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആർട്ടിഫിഷ്യലി മെയ്ഡ് ഇന്റലിജൻസ്. സോ ആസ് ദ നെയിം സേസ്, okay, so there are different types of artificial intelligence. That means we can broadly classify it into two types, based on its function and based on its capability. So let's discuss it in detail. So ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ കേപ്പബിലിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഫസ്റ്റ് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്. സോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്? എ സിസ്റ്റം that performs narrowly defined program task. അതായത് നമുക്ക് അതിൻ്റെ ഒരു കേപ്പബിലിറ്റി ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒരു നാരോലി ഡിഫൈൻഡ് ടാസ്ക് ആയിരിക്കും, ഒരു സർട്ടൈൻ ടാസ്ക് അതിന് ചെയ്യാം. അതിന് മെമ്മറീസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ഡു എ സർട്ടൈൻ ടാസ്ക് ഓൺ ഇറ്റ്സ് ഓൺ, ദാറ്റ്സ് ഓൾ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുള്ള ഒരു ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമ്മുടെ ഹ്യൂമൻ ഫേസിന്റെ ഒരു മാപ്പ് എടുത്തിട്ട്, ലൈക്ക് ഒരു വെക്ടർ എടുത്തിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. ആ സ്കാൻ ചെയ്യുന്ന ക്യാമറ സ്കാൻ ചെയ്തത് റെക്കഗ്നൈസ് ചെയ്ത് റിയൽ പേഴ്സൺ ആണോ എന്ന് സ്കാൻ ചെയ്ത ഇമേജ് ആയിട്ട് കമ്പയർ ചെയ്ത് അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. അതാണ് ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റിയൽ വേൾഡ് എക്സാമ്പിൾ. ആൻഡ് ദർ ആർ മോർ എക്സാമ്പിൾസ് ലൈക്ക് സിറി ആൻഡ് അലക്സ, വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റംസ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അല്ലെ? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് റിപ്ലൈ ചെയ്യുന്നു, isn't it? So the next type is artificial general intelligence, and this artificial intelligence is capable of training, learning, understanding and performing like a human. So it is equal to human. അതായത് ഹ്യൂമൻസിനെ പോലെ തന്നെ അതിന് സ്വന്തമായിട്ട് എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായിട്ട് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതാണ് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഇനി the last one in this section is artificial super intelligence. So it is completely of different level. അതായത് ഹ്യൂമൻസിനേക്കാൾ ഡിഫറെന്റ് ആയിട്ട്, അതിനേക്കാൾ സൂപ്പർ ആയിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. It can process data, it can do everything in a better way than human. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇത് ഒരു ഫിക്ഷേഴ്സ് ആണ്, ലൈക്ക് വി ആർ സ്റ്റിൽ അറ്റ് ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് ഇൻ ഫ്യൂച്ചർ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ റിസർച്ചേഴ്സൊക്കെ സയന്റിസ്റ്റും റിസർച്ചേഴ്സൊക്കെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ ഫ്യൂച്ചർ ഈസ് നിയർ, ബിക്കോസ് ഈ പറയുന്ന എല്ലാ ഒരു മൂവ്മെന്റും ഫൈനൽ സ്റ്റേജിലോട്ടാണ്, അല്ലെ? as we have seen in the movies. So let's see.
Based on functionality, we broadly divide it into reactive machine, limited theory, theory of mind, and self-aware artificial intelligence. അപ്പോൾ 4 മെയിൻ കാറ്റഗറീസ് ആണുള്ളത് ഇതിൽ. വാട്ട് ഈസ് റിയാക്റ്റീവ് മെഷീൻ? സോ റിയാക്റ്റീവ് മെഷീൻ, as the name suggests, റിയാക്റ്റീവ്, അതായത് ഒരു സർട്ടൈൻ ടാസ്ക് അസൈൻ ചെയ്തേക്കുന്ന ഒരു സർട്ടൈൻ ടാസ്കിന് അത് റിയാക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്തെങ്കിലും ഈ ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം തന്നെ ഒരു എക്സാമ്പിൾ ആണ്. അതിന് ആ ഒരു സർട്ടൻ ടാസ്ക് റെക്കഗ്നൈസ് ചെയ്യാൻ അതിനുള്ള ഒരു എബിലിറ്റി ഉള്ളൂ. സോ ആസ് ദ നെയിം സജസ്റ്റ്, ഇന്റലിജൻസ്, ദ എബിലിറ്റി ടു ലേൺ ആൻഡ് ടു യൂസ് ദാറ്റ് നോളജ് ഫോർ പെർഫോമിംഗ് ഓർ ഫോർ അക്വയറിംഗ് എ സൊല്യൂഷൻ. അതാണ് ഇന്റലിജൻസ്, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെക്ഷനിൽ റിയാക്റ്റീവ് മെഷീൻ എന്ന് പറയുന്നത് ഒരു സർട്ടൻ ടാസ്ക് അസൈൻ ചെയ്യുന്നത് അത് ചെയ്യുന്നു. അതിന്റെ മെമ്മറീസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. അതൊരു പാസ്റ്റ് ആക്ഷൻ ബേസ്ഡ് അത് ചെയ്യും. നൗ നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് തിയറി. സോ ലിമിറ്റഡ് തിയറിയും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലിമിറ്റഡ് തിയറിയിൽ പാസ്റ്റ് അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ഉണ്ടാവും. ആ ഒരു ഡാറ്റ വെച്ച് ഒരു ലിമിറ്റഡ് മെമ്മറീസ് ആണുള്ളത്. ഈ ഒരു ഡാറ്റ വെച്ച് അത് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് അതിനൊരു ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സർട്ടൻ ടാസ്ക് അതിന് ചെയ്യാൻ പറ്റും. അത് ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റഡ് തിയറി. Now, the next one is the theory of mind. So this is something interesting because this is being developed in the States. Like it is close because it is superhuman. അതായത് ഇമോഷൻ, ലൈക്ക് നമ്മുടെ ഒരു ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീപ്പസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഹ്യൂമൻ മൈൻഡ്സിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. വോയിസിന്റെ ടൊണാലിറ്റി, ഫോർ എക്സാമ്പിൾ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തു, അതിനനുസരിച്ച് അതിനുള്ള റിപ്ലൈ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടോൺ ഓഫ് ദി വോയിസ് അത് റിപ്ലൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. And the last one is self-aware artificial intelligence. And this artificial intelligence is the future. We are moving towards that future because this artificially developed algorithm or a machine can even surpass the human beings because the ability of these machines will be superb enough to surpass the human beings. അതായത് നമ്മളെക്കാളും 10 times എഫിഷ്യൻ്റ്ലി അതിന് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല പോലെ അതിന് ഒരു എഫക്റ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പഠിച്ച നോളജ്, അതായത് അക്വയർ ചെയ്ത നോളജ് അതിന് വളരെ എഫക്റ്റീവ്ലി ആയി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ, സെൽഫ്-അവെയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ ദീസ് ആർ ദ ബേസിക് ഡിവിഷൻസ്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ ഏകദേശം മനസ്സിലാക്കിയില്ലേ അല്ലെ? സോ ഇതിലല്ല തീരുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസ് ആണ് നമുക്ക് ഡെയിലി, നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസിൽ കുറെ യൂസ് കേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദ ടൈപ്പ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യില്ലേ അല്ലെ? നമ്മളെല്ലാവരും ചാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു ചാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെസ്സഞ്ചർ ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഓപ്ഷൻ പ്രെഡിക്ഷൻ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്ത ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണോ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ വരാറുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ ഈ ടൈപ്പ് പ്രെഡിക്ഷൻ അല്ലെങ്കിൽ സെർച്ച് അൽഗോരിതം, നമ്മുടെ ഗൂഗിളിലൊക്കെ നമ്മളൊരു ടോപ്പിക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ഫസ്റ്റ് വേർഡ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വരാം, അവർ തന്നെ പ്രഡിക്റ്റ് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? സോ ദിസ് ഈസ് ഓൾസോ ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ കറന്റ് സിനാരിയോ. സോ ലെറ്റ്സ് സീ. നൗ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെൻഡ്സിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഈ ഒരു ന്യൂവസ്റ്റ് ആക്ച്വൽ ഇന്റലിജൻസ് ട്രെൻഡ്സിലോട്ട് നമ്മൾ എങ്ങനെ കയറി പറ്റാം, ഇതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. In 2022, the artificial intelligence will have progressed far enough to become the most revolutionary technology ever created by man. Okay, so by ഇപ്പോൾ തന്നെ അതൊരു എന്താ പറയാ, മാൻ ക്രിയേറ്റ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നോളജി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈസ് റിയലി ബൂമിങ് ബിക്കോസ് ദ demand that it creates in the current scenario is huge enough. Okay, now ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇത് എങ്ങനെ അക്വയർ ചെയ്യണം എന്നല്ല നിങ്ങളുടെ സംശയം. സോ at the final slide we will have a solution for the same. So let's see. Now ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏതൊക്കെ സെക്ടറിൽ കൂടെയാണ്, ഈ ഒരു ഫീൽഡിൽ എന്തൊക്കെ ചേഞ്ച് ആണ് വരുത്തുന്നത്? ഫോർ എക്സാമ്പിൾ ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസ് ഇല്ലാണ്ട് എന്തൊക്കെയാണ് നടക്കാത്തത്? ഫോർ എക്സാമ്പിൾ
എന്തൊക്കെയാണ് നടക്കുന്നത്, യൂസ് ഇല്ലെങ്കിൽ, അതായത് ഇപ്പോൾ കറണ്ട് ഡേറ്റാസ്, എന്തോരം ഡാറ്റാസ് ആണുള്ളത്, എന്തോരം പേഷ്യൻസിന്റെ ഡാറ്റ ആണുള്ളത്, ഈ ഡാറ്റാസ് എല്ലാം യൂസ് ചെയ്ത് ഫോർ എക്സാമ്പിൾ സർട്ടൻ ഡിസീസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഒരു ഹ്യൂമൻ ബോഡിയിലെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഫംഗ്ഷൻ അനുസരിച്ച് സർട്ടൻ ഡിസീസസ് പ്രഡിക്റ്റ് ചെയ്യാനും കുറേ സൊല്യൂഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ യൂസ് കേസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത മൊബൈൽ, ഇന്റർനെറ്റ് ബൂമാണ് അല്ലെ. അപ്പൊ മൊബൈലിന്റെ കേസിൽ തന്നെ എന്തോരം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇസിന്റ് ഇറ്റ്? സോ എൻറ്റയർ സെക്ടർ will be affected by the booming of artificial intelligence. For example, നമുക്ക് കറന്റ് ട്രെൻഡ് മാർക്കറ്റിംഗ് തന്നെ നോക്കാം അല്ലെ. നമുക്ക് യൂസ് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നമ്മളെ തേടിയെത്തുന്നത്. Isn't it? So it is also one of the major impact. So entire marketing has changed, isn't it? Okay. Now, the new job opportunities created in this field. Yes, according to the statistics, the amount of job opportunity will be higher than the opportunities that are എന്താ പറയാ, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നത് കൊണ്ട് കുറെ പേർക്ക് ജോലി നഷ്ടമാകാം. എന്നാലും അതിന്റെ 2 ഇരട്ടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതുകൂടെ തന്നെ കിട്ടുന്നു. ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേർ ദ റിപ്പീറ്റഡ് tasking of human beings can be avoided, because ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളെല്ലാം ഈ ആർട്ടിഫിഷ്യലി മെയ്ഡ് ഇൻ മെഷീൻസ് ഓർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള മെഷീൻസ് ഓർ അൽഗോരിതം ഓവർടേക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആവശ്യമില്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നു. അവിടെ ലോജിക്കൽ ഡിസിഷൻസിന്റെ ആവശ്യമില്ല, ക്രിയേറ്റീവായി തിങ്ക് ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. ഇസിന്റ് ഇറ്റ്? അപ്പൊ ഇതൊക്കെ ഓവർകം ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ ന്യൂ കരിയർ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവുന്നുണ്ട്. Okay. Next, bridging language. It is the bridging language divides, isn't it? For example, നമ്മുടെ വോയിസ് റെക്കഗ്നിഷൻ, അതേപോലെ തന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ഇതിലൊക്കെ ഇപ്പോൾ കറന്റ് സിനാറിയോയിൽ നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവരും വെബിൽ ഇന്റർനെറ്റിൽ കയറി ടൈപ്പ് ചെയ്ത് നോക്കും അല്ലെ. ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ ദിസ് ട്രാൻസ്ലേഷൻ അത് കുറച്ചും കൂടി സ്മൂത്ത് ആണ്. ഇപ്പോൾ കറന്റ്ലി നമുക്ക് ട്രാൻസ്ലേഷനും available ആണ്, but it is not 100% accurate, but it is possible to translate, isn't it? Somewhat understanding of this language is possible. So ഈ language in future it will be again developed. അപ്പോൾ ഈ ഒരു നെഗറ്റീവ്സ് ഒക്കെ ഓവർകം ചെയ്ത് കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ഫ്യൂച്ചറിൽ പോസിബിൾ ആയിരിക്കും. ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ടൊണാലിറ്റി, വേർഡ്സ്, കറക്റ്റ് സെന്റൻസ് ഒക്കെ കറക്റ്റ് മീനിങ് ഒക്കെ പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾ ദീസ് ആർ few useful cases in real world. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതായത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടും കുറച്ചും കൂടി ആക്സസിബിൾ ആയിട്ടും ഡാറ്റാസ് നമുക്ക് യൂസ് ചെയ്യാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടെ. കുറെ എന്താ പറയാ, അക്യുറേറ്റ് അനാലിസിസ് ചെയ്യാം ചില കാര്യങ്ങൾ. ആൻഡ് ഈവൻ ഇൻ ആർട്ട് സെക്ഷൻ, ഫോർ എക്സാമ്പിൾ ദ കമ്പ്യൂട്ടറൈസ്ഡ് ആർട്ട് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഒരു സെക്ഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻവോൾവ്മെന്റ് നമ്മൾ കണ്ടു തുടങ്ങി. സോ ദ ഗ്രാഫ് ദാറ്റ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ ഈസ് the AI job market in 2020. As you can see that Brazil and India, yes, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അല്ലെ. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് at different other countries ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നല്ല. ലൈക്ക് the career opportunity for us is very huge. അപ്പോൾ ഈ ഒരു സെക്ടറിൽ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെക്ടറിൽ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ടെക്നോളജിയിൽ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കരിയർ ഇതിൽ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. ആൻഡ് according to statistics, there will be around 2.3 million jobs in the field of artificial intelligence and machine learning by 2022. അതായത് ഈ വർഷം തന്നെ നമുക്ക് ഏകദേശം 2.3 million ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുതിയതായി ഉണ്ടാകുന്നതാണ്. സോ ദ സ്കോപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ഈസ് എക്സ്ട്രീംലി ഹൈ. സോ അതുകൂടാണ്ട് the salary that an average salary for someone who has special skill in artificial intelligence will be very high because demand will be high, isn't it? So
വാട്ട് ആർ ദ റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ പ്രീ റിക്വസ്റ്റ് ഫോർ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ദ നെക്സ്റ്റ്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, പാസ്റ്റ് ഇയേഴ്സിൽ കമ്പയർ ടു 2000 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കുറേ സ്റ്റാർട്ടപ്സ് വന്നു, കുറേ കമ്പനീസ് ജോയിൻ ചെയ്തു, കുറെ ഇൻവെസ്റ്റ്മെന്റ്, millions of dollars has been invested in this sector, as you can see on the graph, and therefore the future is near. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. റിസർച്ച് കുറച്ച് സ്ലോ ആണെങ്കിലും we know that it is better than doing nothing, and the final result will be the supercomputers, isn't it? അതായത് ഏറ്റവും ഫൈനൽ സ്റ്റേജസിലുള്ളത് ഒരു സൂപ്പർ മൈൻഡ് അല്ലെ സൂപ്പർ പവർ ഉള്ള ഒരു ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ നമ്മൾ ഡെവലപ്പ് ചെയ്യും, isn't it? So it can do certain things നമ്മുടെ ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് പോസിബിൾ ആവുന്നതിനേലും കുറെ കമ്പ്യൂട്ടേഷൻസ്, അതുപോലെ ലോജിക്കൽ അനാലിസിസ്, ഇതെല്ലാം ഈ ഒരു മെഷീൻസിന് പോസിബിൾ ആയിരിക്കും. ആൻഡ് how do companies use artificial intelligence? This is the next topic that we are going to discuss. And for example, the graphic chips producing in the companies, self-driving cars, idakka Amazon, Alexa is one of the examples, isn't it? Voice activated technology like also cloud computing and e-commerce, alle nammal avashyulla products namukku nammale thedi varunu, adu koodande nammal parayunnadinu reply tharunna oru voice activated technology, ഇതൊക്കെ ആമസോണിന്റെ ഒരു പാർട്ടാണ്, isn't it? And also IBM has developed a chess playing algorithm. അത് one of the ചാമ്പ്യനെ ഡിഫീറ്റ് ചെയ്ത അൽഗോരിതം ആണ്. സോ ഇറ്റ് ഓൾസോ, അതായത് ഇതൊക്കെ ഒരു നമ്മുടെ ടെക്നോളജിയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജസ് ആണ്. നമ്മൾ നാരോയിലാണ് നിൽക്കുന്നത്, നാരോ ഇനീഷ്യൽ സ്റ്റേജിലാണ്, ബട്ട് there is a future. അതായത് സ്ലോ ആൻഡ് സ്റ്റഡിലി നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ റിസർച്ചേഴ്സും സയന്റിസ്റ്റൊക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഈസ് എ ഗ്രാജുവൽ ഇൻക്രീസ്, ഈവൻ ദോ ദ ഇൻക്രീസ് ഈസ് നോട്ട് എക്സ്പോണൻഷ്യൽ, ബട്ട് ദർ ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ കേസ്. And at last, what are the examples of artificial intelligence in real world? What are the examples? As I have already told you, chatbots in our example ആണ്, face detection, text editor, social media, even social medias are an example. അതിൽ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തതിനു ശേഷം നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ഉദ്ദേശിച്ചതിനു ശേഷം ആ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട് റിസീവ് ആവാറില്ലേ. സോ ലൈക്ക് ദാറ്റ്. ആൻഡ് ചാറ്റ് ബോട്ട്സ്, നമ്മൾ ചില വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചാറ്റ് ബോട്ട്സിനെ കാണാൻ പറ്റും അല്ലെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു സർട്ടൻ ഒരു മീഡിയം പോലെ നമുക്ക് ആ റിക്വയർമെന്റ്, ചെറിയ റിക്വയർമെന്റ് അതിൻ്റെ അകത്ത് അതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ, നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ കിട്ടുന്നു, isn't it? So all these are few examples. Text editor, and there are some text editor which can, like Grammarly അല്ലെ. Grammarly എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് എന്താണ്, നമുക്ക് കറക്റ്റ് സെന്റൻസ് ഗ്രാമർ ആയിട്ട് കറക്റ്റ് ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാണ്ട് ക്ലിയർ ചെയ്തു തരും. അതുകൂടാണ്ട് കുറച്ചും കൂടി നല്ല ഓൾട്ടർനേറ്റീവ്സ് അത് തരും. അപ്പൊ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടെയാണ് ഈ ഒരു പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ്, വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ദിസ് പ്രൊഫഷണൽ? ബേസിക് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രോഗ്രാമിംഗ് സ്കിൽ വേണം, ആൻഡ് ദിസ് പ്രോഗ്രാമിംഗ് സ്കിൽ ക്യാൻ ബി ഡെവലപ്ഡ്. പൈത്തൺ പ്രോഗ്രാമിംഗ് സ്കിൽ, ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോഗ്രാമിംഗ് സ്കിൽസ്. ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, എന്തൊരു പ്രോബ്ലം ആണെങ്കിലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു എബിലിറ്റി വേണം നമുക്ക്. ആൻഡ് അറ്റ് ലാസ്റ്റ്, നോളേജ് ഓഫ് മാത്തമാറ്റിക്സ്, മാത്സ് നല്ലപോലെ അറിയണം. അപ്പോൾ മാത്സ് നല്ലപോലെ അറിഞ്ഞാലും ഈ പ്രോഗ്രാമിംഗും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും നല്ല ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്കിൽസ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഡിഫറെന്റ് സെക്ടറിലോട്ട് നമുക്ക് പോവാം. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് പോവാം, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, എന്തൊക്കെ പൊസിഷനിലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, data scientist. As you can see, the average salary for a data scientist is around 6.98 lakhs, approximately 7 lakhs average salary. Okay. And machine learning engineer, research scientist, business intelligence, big data engineer, robotics scientist, and artificial
സെൻസ് എഞ്ചിനീയർ, ഇതൊക്കെ ഓരോരോ സെക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് പോകാൻ പറ്റും, ഓരോരോ ജോബ് പൊസിഷൻസ് ആണ് നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അറ്റ് ദ ലാസ്റ്റ്, താങ്ക് യു എവരി വൺ ഫോർ being in the webinar and thank you very much. And ഈ ഒരു സെക്ടറിൽ, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ ഈ ഒരു ടെക്നോളജീനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു നോർമൽ ഡിഗ്രി പോരാ. നമുക്കൊരു നോർമൽ ഡിഗ്രിയിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഹയർ ക്ലാസ്സസ് ഒന്നുമില്ല. സോ വി ഷുഡ് ഡു എ കോഴ്സ്. Understood? So ഏതെങ്കിലും ഒരു upskilling course എടുത്ത്, for example, Entry is providing a course online and today we are having a special discount for the same. Okay, so thank you.